ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം സപ്തമോധ്യായം. ഇതിൽ 24-ാമത്തെ ശ്ലോകം വരെ എടുത്തു. 25-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് നോക്കാം. ഇതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ സപ്തമോധ്യായ. ശ്രീശുക ഉവാച ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായനസുതോ ബുധഃ പ്രീണയന്നിവ ഭാരത്യ വിദുരപ്രത്യഭാഷത ബ്രഹ്മൻ കഥം ഭഗവതശ്ചിന്മാത്രസ്യാവികാരിണഃ ലീലയാ ചാഭിയുജ്യേരൻ നിർഗുണസ്യ ഗുണാഃ ക്രിയാഃ ക്രീഡയാമുദ്യമോർഭസ്യ കാമശ്ചിക്രീഡിഷാന്യതഃ സ്വതസ്തൃപ്തസ്യ ച കഥം നിവൃത്തസ്യ സദാന്യതഃ അസ്രാക്ഷീത് ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായയാ തയാ സംസ്ഥാപയത്യേതദ്ഭൂയ പ്രത്യഭിധാസ്യതി ദേശതഃ കാലതോ യോസാവസ്ഥാത സ്വതോന്യതഃ അവിലുപ്താവബോധാത്മാ സംയുജ്യേതാജയാ കഥം ഭഗവാനേക ഏവൈഷ സർവക്ഷേത്രേഷു അവസ്ഥിതഃ അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിഃ കുതഃ ഏതസ്മിന്മേ മനോ വിദ്വൻ ഖിദ്യതേ ജ്ഞാനസംകടേ തന്ന പരാണുദ വിഭോ കശ്മലം മാനസം മഹത്. ശ്രീശുക ഉവാച സൈത്തം ജ്യോതിതക്ഷത്രാ തത്വജിജ്ഞാസുനാ മുനിഃ പ്രത്യാഹ ഭഗവച്ചിത്തഃ സ്മയന്നിവ ഗതസ്മയഃ. മൈത്രേയ ഉവാച സേയം ഭഗവതോ മായ യന്നയേന വിരുധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം യദർത്ഥേന വിനാമുഷ്യ പുംസാത്മവിപര്യേഹ പ്രതീയത ഉപദ്രഷ്ടുഃ സ്വശിരച്ഛേദനാദികഃ യഥാ ജലേ ചന്ദ്രമസഃ കമ്പാദിസ്ഥലകൃതോ ഗുണഃ ദൃശ്യതേ സൻ അഭി ദ്രഷ്ടുരാത്മനോനാത്മനോ ഗുണഃ സ വൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാ ഭഗവത്ഭക്തിയോഗേന തിരോധത്തെ ശനൈരിഹ യദേന്ദ്രിയോപരാമോധ ദ്രഷ്ടാത്മനി പരേഹരൗ വിലീയന്തേ തദാ ക്ലേശാഃ സംസുപ്തസ്യേവ കൃഷ്ണശഃ അശേഷസംക്ലേശശമം വിധത്തെ ഗുണാനുവാദശ്രവണം മുരാരേഃ കുതഃ പുനസ്തച്ചരണാരവിന്ദപരാഗസേവാരതിരാത്മലബ്ധ സംഛിന്നഃ സംശയോ മഹ്യം തവ സൂക്താസിനാ വിഭോ ഉഭയത്രിപി ഭഗവൻ മനോ മേ സംപ്രധാവതി സാധ്വേ തദ്വ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേഃ ആഭാത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം നയദ്ബഹിഃ യശ്ച മൂഢതമോ ലോകേ യശ്ച ബുദ്ധേ പരം ഗതഃ താവുഭൗ സുഖമേധേദേ ക്ലിശ്യത്യന്തരിതോ ജനഃ അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാപിനാത്മനഃ താം ചാഭിയുഷ്മച്ചരണസേവയാഹം പരാണുദേ യത്സേവയാ ഭഗവതഃ കൂടസ്ഥസ്യ മധുദ്വിഷഃ രതിരാസോ ഭവേത്തീവ്രഃ പാദയോർവ്യസനാർദ്ദനഃ ദുരാപാഹ്യൽപതപസഃ സേവാ വൈകുണ്ഠപദ്മസു യത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദനഃ സൃഷ്ട്വാഗ്രേ മഹദാദീനി സവികാരാണ്യനുക്രമാത് തേഭ്യോ വിരാജമുദ്ധൃത്യ തമനുപ്രാവിശദ്വിഭുഃ യമാഹുരാദ്യം പുരുഷം സഹസ്രാം ഘ്രിയൂർബാഹുകം യത്ര വിശ്വ ഇമേ ലോകാഃ സവികാശം സമാസദേ യസ്മിൻ ദശവിധ പ്രാണഃ സേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രിവൃത് ത്വയോരിതോ യതോ വർണ്ണാസ്തദ്വിഭൂതിർ വദസ്വനഃ യത്ര പുത്രൈശ്ച പൗത്രൈശ്ചാനപ്തൃഭിഃ സഹ ഗോത്രജൈഃ പ്രജാ വിചിത്രാകൃതയ ആസൻ യാഭിരിദം തതം. 25-ാമത്തെ ശ്ലോകം. പ്രജാപതീനാം പതിശ്ചക്ലൃപേ കാൻ പ്രജാപതീൻ സർഗാംശ്ചൈവാനുസർഗാംശ്ച മനൂൻ മന്വന്തരാധിപാൻ. പ്രജാപതീനാം സപതിശ്ചക്ലൃപേ കാൻ പ്രജാപതീൻ സർഗാംശ്ചൈവാനുസർഗാംശ്ച മനൂൻ മന്വന്തരാധിപാൻ. പ്രജാപതികളുടെ പതി ആയിരിക്കുന്ന ആ ബ്രഹ്മദേവൻ. കാൻ പ്രജാപതീൻ ഏതെല്ലാം പ്രജാപതികളെ, പ്രജാപതികളുടെ സർഗാം സൃഷ്ടികളെ, ച ഏവ ഇപ്രകാരം അനുസർഗാംശ്ച അനുസൃഷ്ടികളായിരിക്കുന്ന മനുക്കള് മന്വന്തരാധിപന്മാർ ഇവരെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വരുന്ന. അതിലത്തെ ആ പദങ്ങൾ നോക്കാം. പ്രജാപതീനാം പ്രജാപതികളുടെ, സാപതിഹി നായകൻ, ക്ലിപ്പേ തീരുമാനിച്ചു, കാൻ ഏതെല്ലാം പ്രജാപതീൻ പ്രജാപതികളുടെ
സർഗാൻ സൃഷ്ടികളെ സൃഷ്ടികളെയും അനു ച ഏവ ച ഏവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടികളെയും ഇപ്രകാരം അനുസർഗാൻ അവാന്തര സൃഷ്ടികളെയും മനുക്കള് മന്വന്തരാധിപന്മാരെയും എപ്രകാരം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാൻ പറ്റുന്ന പദങ്ങൾ പ്രജാപതികളുടെ നായകനായിരിക്കുന്ന ബ്രഹ്മാവ്, സാപതി അദ്ദേഹത്തിന് പ്രജാപതികളുടെ നായകനായിരിക്കുന്ന ക്ലിപ്പേ തീരുമാനിച്ചു. കാൻ ആരെ, പ്രജാപതി ഏതെല്ലാം പ്രജാപതിമാരെ, സർഗാൻ സൃഷ്ടികളെ, ച ഏവ ഇപ്രകാരം അനുസർഗാൻ അവാന്തര സൃഷ്ടികളെ, ച അവാന്തര സൃഷ്ടികളെയും മനുക്കളെയും മന്വന്തരാധിപന്മാരെയും. അപ്പോൾ ഇതിലത്തെ അന്വയം വരുന്നത് പ്രജാപതീനാം സാപതി കാൻ പ്രജാപതീൻ സർഗാൻ ക ഏവ അനുസർഗാൻ ക മന്വന്തരാധിപാൻ ക്ലിപ്പേ. ഒന്നുകൂടി പറയാം. പ്രജാപതീനാം സാപതി കാൻ പ്രജാപതീൻ സർഗാൻ ക ഏവ അനുസർഗാൻ ക മന്വന്തരാധിപാൻ ക്ലിപ്പേ. അപ്പോൾ പ്രജാപതികളുടെ പതിയായിരിക്കുന്ന ആ ബ്രഹ്മാവ് ഏതെല്ലാം പ്രജാപതികളുടെ സൃഷ്ടിയെയും അവയുടെ അവാന്തര സൃഷ്ടികളെയും മനുക്കളെയും മന്വന്തരാധിപന്മാരെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. പ്രജാപതികളുടെ പതിയായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ ഏതെല്ലാം പ്രജാപതികളെയും അവയുടെ സൃഷ്ടിയെയും അവയുടെ അവാന്തര സൃഷ്ടികളെയും മന്വന്തരാധിപന്മാർ ഇവരെയും എപ്രകാരം സൃഷ്ടിച്ചു. പ്രജാപതികളുടെ അധിപനായിരിക്കുന്ന ബ്രഹ്മാവ് ഏതെല്ലാം പ്രജാപതികളെയും മനുക്കളെയും സൃഷ്ടിച്ചു, അവരുടെ വംശങ്ങൾ തനിക്ക് പ്രജാപതികളെയും സൃഷ്ടിച്ചു. പ്രജാപതികളുടെ പതിയായിരിക്കുന്ന ബ്രഹ്മാവ് ഏതെല്ലാം പ്രജാപതിമാരെയാണ് സൃഷ്ടിച്ചത്, ഏതെല്ലാം സൃഷ്ടികളെയും അവാന്തര സൃഷ്ടികളെയും മന്വന്തരാധിപന്മാരായ മനുക്കളെയും സൃഷ്ടിച്ചു. മരീചി മുതലായ പ്രജാപതികളുടെയും പ്രജാപതിയായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ ഏതേത് പ്രജാപതികളെ നിശ്ചയിച്ചു, അവർ ചെയ്തതായിട്ടുള്ള 9 വിധങ്ങളായിട്ടുള്ള പ്രാകൃത സർഗങ്ങളെയും അവയുടെ ഭേദങ്ങളായിരിക്കുന്ന അനുസർഗങ്ങളെയും സ്വായംഭുവൻ മുതലായ മനുക്കളെയും അതാത് മന്വന്തര കാലങ്ങളെ പാലിക്കുവാനുള്ള രാജാക്കന്മാരെയും വിസ്തരിച്ച് അരുളി ചെയ്യണം. അപ്പോൾ സ ബ്രഹ്മദേവൻ യാൻ പ്രജാപതി ഏതെല്ലാം പ്രജാപതീൻ സർഗാൻ ഏതെല്ലാം പ്രജാപതികളുടെ സൃഷ്ടിയെയും അനുസർഗാൻ അവാന്തര സൃഷ്ടികളെയും മനുക്കളെയും മന്വന്തരാധിപന്മാരെയും സസർജ സൃഷ്ടിച്ചു. സ ബ്രഹ്മ യാൻ പ്രജാപതീൻ സർഗാൻ അനുസർഗാൻ മന്വന്തരാധിപാൻ സസർജ. അടുത്ത ശ്ലോകം. ഏതേഷാമപി വംശ്യാനുചരിതാനി ച ഉപര്യധശ്ച യേ ലോകാ ഭൂമേർമിത്രാത്മജാസത്തെ. ഏതേഷാമപി വംശ്യാനുചരിതാനി ച ഉപര്യധശ്ച യേ ലോകാ ഭൂമേർമിത്രാത്മജാസത്തെ. ഭൂമി അല്ലയോ മിത്രാത്മജ മൈത്രേയ മഹർഷേ, ഇങ്ങനെ ഇപ്രകാരം ഏതേഷാമപി ഏതെല്ലാം വംശങ്ങൾ വംശാനുചരിതാനി ആ വംശങ്ങളുടെ ചരിത്രങ്ങൾ, പിന്നെ ഉപര്യധശ്ചയേ ലോകാഹ മുകളിലുള്ള ലോകങ്ങളിലും താഴെയുള്ള ലോകങ്ങളും, മുകളിലുള്ള ലോകങ്ങളെയും താഴെയുള്ള ലോകങ്ങളെയും ഭൂമിയുടെ മുകളിലും താഴെയുമായിട്ടുള്ള ലോകങ്ങളെ പറ്റിയിട്ട് അതൊക്കെ എങ്ങനെ ഉണ്ടായി സൃഷ്ടിച്ചു എന്നതിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നാലും,
ഏതേഷാമപി വംശാനുചരിതാനി ച ഉപരി അധശ്ച യേ ലോകാ ഭൂമേർമിത്രാത്മജാസത്തെ. അപ്പം അതിലത്തെ പദങ്ങൾ ഉപരി മുകളിൽ, ഉപരി എന്ന് പറഞ്ഞാൽ മുകളിൽ, അധഃ താഴെ, അതുപോലെ യേ ലോകാഹ ഉള്ള ലോകങ്ങൾ, ഗ്രഹങ്ങൾ, ലോകങ്ങൾ നമുക്കർത്ഥം. പിന്നെ ഭൂമേഹെ ഭൂമിയുടെ, അപ്പം ഭൂമിയുടെ മുകളിലുള്ള, ഭൂമേഹെ ഉപരി വരും. അല്ലയോ മൈത്രേയ മഹർഷേ, മിത്രാത്മജ, ഭൂമേഹേ ഉപരി അധഃ ഭൂമിയുടെ മുകളിലായും താഴെയും ആയിട്ടുള്ള ലോകങ്ങൾ, യേ ലോകാഹ അവയെ പറ്റിയിട്ടും, പിന്നെ അവയുടെ, തേഷാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ സ്ഥാനങ്ങളെ പറ്റിയിട്ട്, അവയുടെ സ്ഥാനങ്ങളെ പറ്റിയിട്ടും പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ്. ഭുവലോകസ്യ ഗ്രഹങ്ങളെ പറ്റിയിട്ടും, ഭൂമിയുടെ ഗ്രഹങ്ങളെ പറ്റിയിട്ട് വർണ്ണിച്ചാലും. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ ഉപരി മുകളിൽ, അധഃ താഴെ, യേ ലോകാഹ ഈ ലോകങ്ങൾ, ഭൂമേഹേ ഭൂമിയുടെ, മിത്ര ആത്മജ മൈത്രേയ മഹർഷേ തേഷാം അവയുടെ അവയുടെ സ്ഥാനം, പ്രമാണം അവയുടെ അളവ്, ഭുവലോകസ്യ അവയുടെ ഗ്രഹങ്ങൾ, ഇവയൊക്കെ ഡു എക്സിസ്റ്റ് ഇവയുടെ ഒക്കെ എങ്ങനെയുണ്ടായി അവയെ പറ്റിയിട്ട് വർണ്ണിച്ചാലും. അപ്പോഴത്തെ എന്താണ് അന്വയം വരുന്നത്, മൈത്രേയ മിത്രാത്മജ, ഓ മിത്രാത്മജ, ഉപരി അധഃ ച യേ ഭൂമേഹ ഉപരി അധഃ ച യേ ലോകാഃ ആസത്തെ എങ്ങനെ ഉണ്ടായി, ആസത്തെ പിന്നെ തേഷാം സംസ്ഥാം പ്രമാണം ച ഭുവലോകസ്യ ച വർണ്ണയ. ഇങ്ങോട്ട് പറയാം, ഭൂമേ ഉപരി അധഃ ച യേ ലോക ആസത്തെ തേഷാം സംസ്ഥാം പ്രമാണം ച ഭുവലോകസ്യ ച വർണ്ണയ. ഇതിൻ്റെ അർത്ഥം ഭൂമിയുടെ മുകളിലും താഴെയുമായിട്ടുള്ള ഈ ലോകങ്ങളും ഒക്കെ എങ്ങനെയുണ്ടായി, അവയുടെ സ്ഥാനം, അവയുടെ അളവ്, ഭൂമിയുടെ ആ ഗ്രഹങ്ങൾ ഇവയെ പറ്റിയിട്ട്, മറ്റു ലോകങ്ങൾ അവയെ പറ്റിയിട്ട് വർണ്ണിച്ചു തന്നാലും ഉള്ളതാണ് പറയുന്നത്. ഇങ്ങോട്ട് പറയാം, ഭൂമിയുടെ മുകളിലും താഴെയും ആയിട്ടുള്ള ഈ ലോകങ്ങൾ എങ്ങനെ ഉണ്ടായി, അവയുടെ ആ സ്ഥാനം, അവയുടെ അളവ്,
അതുപോലെ ആ ഭൂമിയുടെ ഗ്രഹങ്ങൾ ഇവയെ പറ്റിയിട്ടൊക്കെ വർണ്ണിച്ചു തന്നാലും. ഇവിടെ പറഞ്ഞത് അവരുടെ വംശങ്ങൾ തനിക്ക് വർണ്ണിച്ചു കേൾക്കണം. അതുപോലെ വംശങ്ങളും വംശചരിതങ്ങളും വർണ്ണിച്ചു കേൾക്കണം. അധോലോകങ്ങളും ഊർധ്വലോകങ്ങളും അവയുടെ സ്ഥാനം വലിപ്പം ഇവ എങ്ങനെ. അപ്പോൾ മൈത്രേയ മഹർഷിയെ അവരുടെ വംശങ്ങളുടെയും വംശത്തിലുമുള്ളവരുടെയും ചരിതങ്ങളെയും ഭൂമിയുടെ മുകളിലും താഴെയും ഉള്ള ലോകങ്ങളെയും വിവരിച്ചു തരുക. ഹേ മിത്രാദേവിയുടെ പുത്രനായുള്ളവനെ, ഇവരുടെ വംശങ്ങളെയും വംശത്തിൽ ജനിച്ചവരുടെ ചരിത്രങ്ങളെയും ഭൂമിയുടെ ഉപരിഭാഗത്തും കീഴ്ഭാഗത്തും കിടക്കുന്ന ലോകങ്ങളെയും അവയുടെ സ്ഥിതി ഭേദം, വലുപ്പം, ഭൂലോക വിസ്താരം എന്നിവയെയും വർണ്ണിച്ചാലും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് തേഷാം വംശാൻ വംശ്യാനുചരിതം ച, അവയുടെ വംശങ്ങളെയും വംശചരിതങ്ങളെയും ച ത്രിലോകാൻ, ത്രിലോകങ്ങളെയും അവയുടെ പ്രമാണത്തെയും പറഞ്ഞു തരിക. തേഷാം വംശാൻ വംശ്യാനുചരിതം ച ത്രിലോകാൻ പ്രമാണം വദ, അവയെ പറ്റിയിട്ടും പറഞ്ഞു തരിക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം നോക്കാം. തിര്യങ് മാനുഷദേഹാനാം സരീസൃപപദത്രിണാം വദന സർഗസംവ്യൂഹം ഗാർഭസ്ത്വേതദ്വിജോദ്ഭിദാം. തിര്യങ് മാനുഷദേവാനാം സരീസൃപപദത്രിണാം വദന സർഗസംവ്യൂഹം ഗാർഭസ്വേതദ്വിജോദ്ഭിദാം. ഇതിലെ സൃഷ്ടികളിൽ തിര്യക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതര ജീവജാലങ്ങൾ, മനുഷ്യന്മാർ, ദേവന്മാർ, നാഗങ്ങൾ, പക്ഷികൾ, പിന്നെ അവയുടെ അവയ്ക്ക് താഴെയുള്ള കൂടുതലായിട്ടുള്ള സൃഷ്ടികൾ, സർഗസംവ്യൂഹം സൃഷ്ടി സംഘം, പിന്നീട് വരുന്ന സൃഷ്ടി സംഘം ഏതെല്ലാം വിധത്തിൽ? ഗാർഭസ്വേതദ്വിജോദ്ഭിദാം, ഉദ്ഭിജങ്ങൾ എന്താണ് ഗർഭത്തിൽ കൂടെ വരുന്നത്, പെയർപ്പിൽ കൂടി വരുന്നത്, അണ്ഡത്തിൽ കൂടി വരുന്നത്, അങ്ങനെ ദ്വിജന്മാർ, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഈ സൃഷ്ടികളുടെ എല്ലാം അവസ്ഥയെ വർണ്ണിച്ചു തന്നാലും എന്നാണ്. തിര്യങ് മാനുഷദേവാനാം സരീസൃപപദത്രിണാം വദന സർഗസംവ്യൂഹം ഗാർഭസ്വേതദ്വിജോദ്ഭിദ. അതിലത്തെ പദങ്ങൾ തിര്യക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതര ജീവജാലങ്ങൾ, മാനുഷ മനുഷ്യൻ, ദേവാനാം ദേവന്മാർ, സരീസൃപ നാഗങ്ങൾ, പദത്രിണാം പക്ഷികൾ, വദ പറഞ്ഞു തന്നാലും, നമുക്ക് പറഞ്ഞു തന്നാലും, സർഗ ജനറേഷൻ അവയുടെ ആ സൃഷ്ടിയെയും, സംവ്യൂഹം സ്പെസിഫിക് ഡിവിഷൻ അവരെ വ്യത്യാസപ്പെട്ടിട്ടുള്ള അവയുടെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളെ പറ്റിയിട്ടും, അതായത് ഗർഭത്തിലൂടെ വരുന്നത്, ഗർഭത്തിലൂടെ വരുന്നത്, സ്വേദ വിയർപ്പിലൂടെ വരുന്നത്, ദ്വിജ 2 ജന്മം ആയിട്ടുള്ളത്, ഉദ്ഭിദ ഈ ഗ്രഹത്തിൽ ഇങ്ങനെ വരുന്ന ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും അവയെ പറ്റിയിട്ടും പറഞ്ഞു തന്നാലും, അതാണ് ഡിസ്ക്രൈബ് പറഞ്ഞു തന്നാൽ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. ഒന്നുകൂടി പറയാം. തിര്യക്കുകൾ ഇതര ജീവജാലങ്ങൾ, മനുഷ്യന്മാർ, ദേവാനാം ദേവന്മാർ, സരീസൃപ നാഗങ്ങൾ, പദത്രിണാം പക്ഷികൾ, പിന്നെ സർഗ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവയുടെ സർഗ സൃഷ്ടികൾ, സംവ്യൂഹം അവയുടെ നമുക്ക് താഴെ വരുന്ന പിന്നെയും വരുന്ന സ്പെസിഫിക് പ്രത്യേകമായിട്ടുള്ള സൃഷ്ടികൾ, സംവ്യൂഹം പ്രത്യേകമായിരിക്കുന്ന ആ സൃഷ്ടികൾ, അതായത് ഗർഭത്തിലൂടെയും, സ്വേദ വിയർപ്പിലൂടെയും, ദ്വിജ 2 ജന്മം എടുത്തും ഈ ഗ്രഹങ്ങളിലെല്ലാം ഉണ്ടാകുന്ന സൃഷ്ടികളെ കുറിച്ചും, വദ
പറഞ്ഞു തന്നാലും നമുക്ക്. അപ്പോൾ ഈ ഗ്രഹത്തിലെ ഉദ്ഭിദാം, ഈ ഗ്രഹത്തിലെ തിര്യക് മാനുഷ ദേവാനാം സരീസൃപ പദത്രിണാം സർഗ സംവ്യൂഹം ഗാർഭ സ്വേദ ദ്വിജ വദ ന. ഒന്നും കൂടി പറയാം. ഉദ്ഭിദാം തിര്യക് മാനുഷ ദേവാനാം സരീസൃപ പദത്രിണാം സർഗ സംവ്യൂഹം ഗാർഭ സ്വേദ ദ്വിജ വദ ന. അതായത് ഈ ഗ്രഹങ്ങളിലെ, ഈ ലോകങ്ങളിലെ തിര്യക്കുകൾ, മനുഷ്യർ, ദേവന്മാർ, നാഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ സൃഷ്ടികളും പ്രത്യേക സൃഷ്ടികളായിട്ടുള്ള ഗർഭത്തിലൂടെ ഉണ്ടാവുന്നതും വിയർപ്പിലൂടെ ഉണ്ടാവുന്നതും 2 ജന്മങ്ങളിൽ 2 പ്രാവശ്യം ജനിച്ചവർ, ദ്വിജന്മ ആയിട്ടും ഒക്കെയുള്ളവരെ പറ്റിയിട്ട് അവരുടെ സൃഷ്ടിയെ പറ്റി പറഞ്ഞു തന്നാലും നമുക്ക് പറഞ്ഞു തന്നാലും ഈ ഗ്രഹങ്ങളിലെ ആ തിര്യക്കുകൾ, മനുഷ്യർ, ദേവന്മാർ, നാഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ സൃഷ്ടികളെപ്പറ്റിയും അവയുടെ പ്രത്യേക സൃഷ്ടികളെ പറ്റിയിട്ടും ഗർഭത്തിലൂടെ ഉണ്ടാവുന്നതും വിയർപ്പിലൂടെ ഉണ്ടാവുന്നതും 2 പ്രാവശ്യം ജനിച്ചിരിക്കുന്ന ബ്രാഹ്മണന്മാരുടെയും ഒക്കെ ആ സൃഷ്ടികളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ഇവിടെ അർത്ഥം വരുന്നത് തിര്യക്കുകൾ, മനുഷ്യർ, ഉഭയജീവികൾ, പക്ഷികൾ, ദേവന്മാർ, സ്വേദജാതികൾ ഇത്യാദി സൃഷ്ടിഭേദങ്ങൾ എങ്ങനെയുണ്ടായി, ആ ലോകങ്ങളുടെയും ഭൂമിയുടെയും സന്നിവേശത്തെയും അവയുടെ വലിപ്പത്തെയും പറ്റി പറയുക. തിര്യക്യോനികൾ, മനുഷ്യർ, ദേവന്മാർ, സർപ്പങ്ങൾ, പക്ഷികൾ, ഇങ്ങനെ ജരായുജം, സ്വേദജം, അണ്ഡജം, ഉദ്ഭിജം എന്നീ 4 വിധത്തിലുള്ള ശരീരങ്ങളുടെയും സൃഷ്ടിഭേദവും ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പം ആകാശത്തിൽ സഞ്ചരിക്കുന്ന ജീവികൾ, മനുഷ്യന്മാർ, ദേവന്മാർ, ഇഴജന്തുക്കൾ, പക്ഷിജാതികൾ, ഗർഭത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും മുട്ടകളിൽ നിന്നും ഭൂമി പിളർന്നും, ഉദ്ഭിജം, ഭൂമി പിളർന്നും ജനിക്കുന്നവയും ആയിട്ടുള്ള സൃഷ്ടി വിഭാഗത്തെയും ഗുണാവതാരങ്ങളെ കൊണ്ട് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ സർവാർത്ഥസാധകം ആയിരിക്കുന്ന ആ മഹാപരാക്രമത്തെയും ഞങ്ങളോട് വിസ്തരിച്ച് അരുളി ചെയ്യണം. ഇതിൽ ഉദ്ഭിജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി പിളർന്നുണ്ടാവുന്നതാണ്. ഉദ്ഭിജം, ഭൂമി പിളർന്നുണ്ടാവുന്നത്. ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം നമ്മൾക്ക്. തേഷാം വംശാനാം വംശ്യാനുചരിതം ത്രിലോകാനാം പ്രമാണം തിര്യങ് മനുഷ്യ ദേവ സരീസൃപ പക്ഷിണാം ചതുർവിധ പ്രാണിനാം. 4 വിധത്തിലുള്ള പ്രാണി സമൂഹങ്ങളുടെയും തിര്യക്കുകൾ, മനുഷ്യർ, ദേവന്മാർ, നാഗങ്ങൾ, പക്ഷികൾ, അതുപോലെ 4 വിധത്തിലുള്ള പ്രാണി സമൂഹങ്ങൾ, അതായത് അണ്ഡജം, സ്വേദജം, പിന്നെ ഉദ്ഭിജം, അണ്ഡജം, സ്വേദജം,
ജരായുജം ഉദ്ഭിദം. ഇങ്ങനെയുള്ള 4 വിധത്തിലെ ചതുർവിധ പ്രാണികളുടെയും ഉൽപ്പത്തിയെക്കുറിച്ചിട്ട് പറഞ്ഞു തന്നാലും എന്നാണ് ഇത് പറയുന്നത്, വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ഗുണാവതാരൈർവിശ്വസ്യ സർഗസ്ഥിത്യപ്യയാശ്രയം സൃജതഃ ശ്രീനിവാസസ്യ വ്യാജക്ഷോദാരവിക്രമം. ഗുണാവതാരൈർവിശ്വസ്യ സർഗസ്ഥിത്യപ്യയാശ്രയം സൃജതഃ ശ്രീനിവാസസ്യ വ്യാജക്ഷോദാരവിക്രമം. ത്രിഗുണങ്ങളെ സ്വീകരിച്ചിട്ട് ആ ത്രിമൂർത്തികളുടെ ഭാവത്തിൽ ആ സൃഷ്ടിയാദികൾ നടത്തുന്ന ഭഗവാന്റെ വൈഭവം വിസ്തരിച്ച് കൽപ്പിക്കണം എന്ന് പറയുകയാണ്. ഗുണങ്ങളെ സ്വീകരിച്ചിട്ട്, ത്രിഗുണങ്ങളെ സ്വീകരിച്ചിട്ട് എന്നുള്ള ത്രിഗുണാവതാരൈർ വിശ്വസ്യ, ആ ഗുണങ്ങളെ സ്വീകരിച്ചിട്ടുള്ള ആ വിശ്വത്തിൻ്റെ സൃഷ്ടി. സർഗസ്ഥിതി അപ്യയാശ്രയം, സ്ഥിതി സൃഷ്ടി സംഹാരം, ആ ത്രിമൂർത്തികളുടെ ഭാവത്തിൽ ആ ത്രിമൂർത്തികളെ ആശ്രയിച്ചിട്ട് ഉള്ള ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഇതൊക്കെ എങ്ങനെ നടന്നു, അവരുടെ ആ സൃഷ്ടിയാദികളുടെ വൈഭവം. സൃജതഃ ശ്രീനിവാസസ്യ, ആ ഭഗവാന്റെ ആ സൃഷ്ടികളുടെ വ്യാജക്ഷോദാരവിക്രമം അതിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നാലും. അപ്പം അതിൻ്റെ ആ പദങ്ങളെ ഗുണ മോഡ്സ് ഓഫ് ഗുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുണങ്ങളാൽ, പ്രകൃതിയുടെ ഗുണങ്ങളാൽ, അവതാരൈഹി ഉണ്ടായിട്ടുള്ള അവതാരങ്ങൾ, ത്രിഗുണങ്ങളുടെ ആധിക്യം, ത്രിഗുണങ്ങളുടെ ആശ്രയത്വത്തിൽ ഉണ്ടായിരിക്കുന്ന അവതാരങ്ങൾ. പിന്നെ വിശ്വസ്യ, ഈ ലോകത്തിൻ്റെ സർഗ, അതിനെ അധികരിച്ചിട്ടുള്ള ആ സൃഷ്ടി, സ്ഥിതി, അതിലെ ആ സ്ഥിതി. അപ്യയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംഹാരം. ആശ്രയം, അതിന് ആശ്രയമായിരിക്കുന്ന സൃജ, ആരാണോ ആ സൃഷ്ടികാരകൻ, ശ്രീനിവാസസ്യ, ആ ശ്രീനിവാസൻ, മഹാലക്ഷ്മിയുടെ പതിയായിരിക്കുന്ന ഭഗവാൻ. ഭഗവാൻ വ്യാചക്ഷോദാരവിക്രമഃ, വ്യാചക്ഷ്വ, ഇതിനെ പറ്റിയിട്ട് വിവരിച്ചു തന്നാലും. ഉദാരഹ, വളരെ ദയവായിട്ട്. വിക്രമം, അവയുടെ ആ വിക്രമത്തെ, അദ്ദേഹത്തിൻ്റെ വിക്രമത്തെ പറ്റിയിട്ടും വിവരിച്ചു തന്നാലും. അപ്പോൾ ത്രിഗുണങ്ങൾ, പ്രകൃതിയുടെ ഗുണങ്ങൾ. അവതാരൈഹി, അവതാരങ്ങൾ, ആ ഗുണങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അവതാരങ്ങൾ. വിശ്വസ്യ, ഈ ലോകത്തിൻ്റെ സർഗ, സൃഷ്ടി, സ്ഥിതി, സ്ഥിതിവിശേഷം. ആപ്യയ, സംഹാരം. ആശ്രയം, അതിൻ്റെ ആധാരമായിരിക്കുന്ന സൃജത്, സൃഷ്ടികാരകൻ. പിന്നെ സൃഷ്ടികാരകനായിരിക്കുന്ന ശ്രീനിവാസൻ, ശ്രീനിവാസസ്യ, ആ ശ്രീനിവാസനെ പറ്റിയിട്ട്, അദ്ദേഹത്തെ പറ്റിയിട്ടും പറ്റിയിട്ടും വ്യാചക്ഷോ എന്ന് പറഞ്ഞാൽ കൈൻഡ്ലി അതിനെ പറ്റിയിട്ട് വിസ്തരിച്ച് തന്നാലും. ഉദാരഹ, ദയവായിട്ട് അവയുടെ വിക്രമങ്ങളെ പറ്റിയിട്ടും വിവരിച്ചു തന്നാലും.
അപ്പോൾ ഗുണാവതാരൈഃ സർഗസ്ഥിതി ആപ്യയ ആശ്രയം ഗുണാവതാരൈഃ വിശ്വസ്യ സർഗസ്ഥിതി ആപ്യയ ആശ്രയം സൃജാ ശ്രീനിവാസസ്യ വ്യാജക്ഷ്വ വിക്രമം ഉദാര. ഒന്നുകൂടി പറയാം. ഗുണാവതാരൈഃ വിശ്വസ്യ സർഗസ്ഥിതി ആപ്യയ ആശ്രയം സൃജാ ശ്രീനിവാസസ്യ വ്യാജക്ഷ്വ വിക്രമം ഉദാര. അതായത് ഗുണാവതാരങ്ങൾ സ്വീകരിച്ചിട്ട് ആ സൃഷ്ടിസ്ഥിതി സംഹാര ആദി ദേവതകളെ ആശ്രയിച്ചിട്ട് ആ സൃഷ്ടികാരകനായിരിക്കുന്ന ആ ശ്രീനിവാസൻ ചെയ്യുന്ന സൃഷ്ടിക്രമങ്ങളുടെ വിക്രമത്തെ പറ്റിയിട്ട് ദയവായിട്ട് വിസ്തരിച്ച് തന്നാലും, ആ ഗുണങ്ങളെ സ്വീകരിച്ചിട്ടുള്ള അവതാരങ്ങൾ എടുത്തിട്ട് ആ ത്രിമൂർത്തികളാകുന്ന ദേവതകളെ സൃഷ്ടിസ്ഥിതി സംഹാരം ഉപയോഗിക്കുന്ന ദേവതകളിൽ കൂടിയിട്ട് ആ സൃഷ്ടികർത്താവായിരിക്കുന്ന ആ ശ്രീനിവാസൻ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ആ വിക്രമങ്ങളെ വർണ്ണിച്ചു തന്നാലും, സത്വരജസ്തമോ ഗുണങ്ങളെ ഉപാധിയായി സ്വീകരിച്ച് ത്രിമൂർത്തികളുടെ ഭാവത്തിൽ സൃഷ്ട്യാദിക്ക് ആശ്രയമായിരിക്കുന്ന ആ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം നിർവഹിക്കുന്ന ഭഗവാന്റെ ആ ഉദാര വിക്രമത്തെ പറ്റിയിട്ട് വർണ്ണിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൃഷ്ട്യാദിഭേദങ്ങൾ എങ്ങനെയുണ്ടായി, ത്രിഗുണങ്ങളെ സ്വീകരിച്ച് ത്രിമൂർത്തികളുടെ ഭാവത്തിൽ സൃഷ്ട്യാദികൾ നടത്തുന്ന ആ ഭഗവാന്റെ വൈഭവം വിസ്തരിച്ച് കേൾപ്പിക്കണം. അപ്പം ആകാശത്തിൽ സഞ്ചരിക്കുന്ന ജീവികൾ, മനുഷ്യർ, ദേവന്മാർ, ഇഴജാതികൾ, പക്ഷിജാതികൾ, ഗർത്തത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും മുട്ടകളിൽ നിന്നും ഭൂമി വിളർന്നുമുണ്ടാകുന്ന സൃഷ്ടിവിഭാഗങ്ങൾ ഇവയെപ്പറ്റിയും ഗുണാവതാരങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ സർവാർത്ഥ സാധകമായിരിക്കുന്ന ആ മഹാപരാക്രമത്തെയും ഞങ്ങളോട് വിസ്തരിച്ച് അരുളി ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനം, ഭഗവത് ഗുണാവതാരാണാം, ആ ഭഗവത് ഗുണങ്ങളെ കൊണ്ടുള്ള അവതാരങ്ങൾ എടുത്തിട്ട് വിക്രമം, അവയുടെ ആ വിക്രമത്തെ പറ്റിയിട്ട് പറഞ്ഞു തന്നാലും, ഭഗവത് ഗുണാവതാരാണാം വിക്രമം, അവയെ പറ്റിയിട്ടും വർണ്ണിച്ച് പറഞ്ഞു തന്നാലും എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. വർണ്ണാശ്രമ വിഭാഗാംശ്ച രൂപശീലസ്വഭാവതഃ ഋഷീണാം ജന്മകർമാദി വേദസ്യ ച വികർഷണം. വർണ്ണാശ്രമ വിഭാഗാംശ്ച രൂപശീലസ്വഭാവതഃ ഋഷീണാം ജന്മകർമാദി വേദസ്യ ച വികർഷണം. വർണ്ണാശ്രമങ്ങളുടെ വിഭാഗങ്ങൾ, രൂപശീല സ്വഭാവതഃ, രൂപങ്ങൾ, ശീല, സ്വഭാവം, ഋഷിമാരുടെ ഉൽപ്പത്തി, ജന്മങ്ങൾ, അവരുടെ കർമ്മങ്ങൾ, വേദത്തിൻ്റെ ഋഷിമാരുടെ ഉൽപ്പത്തി, വേദങ്ങളുടെ ശാഖകൾ, ആ യജ്ഞവിധികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരണം എന്ന് പറയുന്നത്. വർണ്ണാശ്രമ വിഭാഗാംശ്ച രൂപശീല സ്വഭാവതഃ, അവയുടെ രൂപശീല സ്വഭാവങ്ങൾ, പിന്നെ ഋഷിമാരുടെ ജന്മകർമാണി, ഋഷീണാം ജന്മകർമ്മ, ഋഷിമാരുടെ ഉൽപ്പത്തി, വേദസ്യ ച വികർഷണം, വേദങ്ങളുടേതായിട്ടുള്ള വിഭാഗങ്ങൾ, ഇവയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരണം എന്ന് പറയും. അതിലത്തെ പദങ്ങൾ വർണ്ണാശ്രമ, 4 വർണ്ണങ്ങൾ, ഡിവിഷൻസ് ഓഫ് 4 വിധങ്ങളായിട്ടുള്ള വർണ്ണങ്ങൾ,
വിഭാഗാൻ അവയുടെ വിവിധ ജാതികൾ വിഭാഗങ്ങൾ. രൂപ അവയുടെ പ്രത്യേകതകൾ. ശീല സ്വഭാവ അവയുടേതായിരിക്കുന്ന പ്രത്യേകതകളും പ്രത്യേക വിശേഷങ്ങൾ, സ്വഭാവങ്ങൾ. പിന്നെ ഋഷിമാരുടെ അവരുടെ ജന്മം, കർമ്മം, അവരുടെ കർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ വർണ്ണനം. പിന്നെ വേദങ്ങളുടെ വികർഷണം, കാറ്റഗോറിക്കൽ ഡിവിഷൻ, അവയുടെ വേദങ്ങളുടെ വിഭാഗങ്ങൾ, അവയെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു തന്നാലും വർണ്ണ ആശ്രമ 4 വർണ്ണങ്ങൾ, അവയെ പറ്റിയിട്ട് വിഭാഗാൻ അവയുടെ 4 വർണ്ണങ്ങളെക്കുറിച്ചും അവയുടെ വിഭാഗങ്ങളെ ഡിവിഷൻസ്, അവയുടെ മറ്റ് ജാതികളെ പറ്റിയിട്ടും മറ്റ് ജാതികളെ പറ്റിയിട്ടും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടും അതിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ടും പിന്നെ ഋഷിമാരുടെ ജന്മങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും അവരുടെ ഉൽപ്പത്തിയെക്കുറിച്ചിട്ടും വേദങ്ങളുടെ വിഭാഗങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരണം അറിയണം. അപ്പോൾ വർണ്ണ ആശ്രമ വിഭാഗാഞ്ച രൂപശീല സ്വഭാവാ രൂപശീല സ്വഭാവതഃ ഋഷീൻ ജന്മകർമാണി വേദസ്യ വികർഷണം. ഒന്നും കൂടി പറയാം. വർണ്ണ ആശ്രമ വിഭാഗാൻ ച രൂപശീല സ്വഭാവതഃ ഋഷീൻ ജന്മകർമാണി വേദസ്യ ച വികർഷണം. ഇവയെ പറ്റിയിട്ടും വർണ്ണിച്ചു തന്നാലും ഉള്ളതാണ് പറയുന്നത്. അതിലത്തെ അന്വയാർത്ഥം വരുന്നത് വർണ്ണാശ്രമ വിഭാഗം, ഋഷിമാരുടെ ഉൽപ്പത്തി, വേദത്തിൻ്റെ ശാഖാഭേദങ്ങൾ, യജ്ഞവിധികൾ, ഇവയൊക്കെ പറ്റിയിട്ട് വിവരിച്ചു തന്നാലും വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും വിഭാഗങ്ങളുടെയും ഋഷികളുടെ ജന്മത്തെയും കർമാദികളെയും വേദത്തിൻ്റെ ശാഖാഭേദേനയുള്ള വിഭാഗത്തെയും പറ്റിയിട്ട് വർണ്ണിച്ച് പറഞ്ഞു തന്നാലും വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ, ഇവയുടെ വിഭാഗം, ഓരോ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ഇരിക്കുന്നവരുടെ സമ്പ്രദായ ഭേദങ്ങൾ, ശീലങ്ങൾ, ആചാരങ്ങൾ എന്നിവ, ഋഷികളുടെ ജനനം, വ്യാപാരം എന്നിവ, വേദത്തിൻ്റെ വിഭാഗം, ഇതേ പറ്റിയൊക്കെ പറഞ്ഞു തന്നാലും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അതിൻ്റെ വ്യാഖ്യാനം വർണ്ണാശ്രമ വിഭാഗങ്ങളെക്കുറിച്ച് ഋഷിമാരുടെ ജന്മകർമ്മത്തെ പറ്റിയിട്ട് വേദങ്ങളുടെ വിഭാഗങ്ങളെ പറ്റിയിട്ട് ഇവയൊക്കെ വർണ്ണിച്ചു തന്നാലും. അപ്പം അടുത്ത ശ്ലോകം യജ്ഞസ്യ ച വിതാനാനി യോഗസ്യ ച പഥ പ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സാംഖ്യസ്യ തന്ത്രം വാ ഭഗവൽ സ്മൃതം യജ്ഞസ്യ ച വിതാനാനി യോഗസ്യ ച പഥ പ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സാംഖ്യസ്യ തന്ത്രം വാ ഭഗവൽ സ്മൃതം. ഇതിൽ പറയണത് യോഗലക്ഷണങ്ങളെ പറ്റിയിട്ട് പറയണം, യജ്ഞവിധികളെ പറ്റിയിട്ട് പറഞ്ഞു തരണം, നൈഷ്കർമ്മ്യത്തെ പറ്റിയിട്ട് പറഞ്ഞു തരണം, സാംഖ്യം, യോഗം, തന്ത്രം, പാഖണ്ഡമതം ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം. യജ്ഞത്തിൻ്റെ ഫലം, ച വിതാനാനി അതിൻ്റെ യജ്ഞങ്ങളുടെ വിധാനങ്ങൾ, യജ്ഞവിധികളെ പറ്റിയിട്ട്, യോഗങ്ങളെ പറ്റിയിട്ട്, യോഗസ്യ ച
പഥഃ അവയുടെ പ്രത്യേക വഴികളെ പറ്റിയിട്ട്, യോഗങ്ങളുടെ പ്രത്യേക വഴികളെ പറ്റിയിട്ട് പ്രഭോ അല്ലയോ പ്രഭോ നൈഷ്കർമ്മ്യസ്യ ച നോളജ് എന്താണ് നൈഷ്കർമ്മ്യം എന്നുള്ള അതിൻ്റെ അറിവിനെ പറ്റിയിട്ട് സാഖ്യ യോഗം അതിനെ പറ്റിയിട്ട് തന്ത്രം പാത്ത് ഓഫ് ഡിവോഷണൽ താന്ത്രിക വിധിപ്രകാരം തന്ത്രം എന്ത് പറയുന്നുവോ അതിനെ പറ്റിയിട്ട് ഭഗവാൻ എങ്ങനെയാണ് ഇതിലൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവത് സ്മൃതം ഭഗവാനെ പറ്റിയിട്ട് എപ്രകാരമാണ് ഇതിൽ കൂടിയൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു തരണം എന്നാണ് പറയുന്നത്. യജ്ഞസ്യ വിധാനാനി യോഗസ്യ യജ്ഞം കൊണ്ടും അവയുടെ യജ്ഞങ്ങളെ പറ്റിയിട്ടും അവയുടെ ആ വിധാനങ്ങളെ പറ്റിയിട്ടും യോഗങ്ങളെ പറ്റിയിട്ടും പഥ അതിൻ്റെ പദങ്ങളെ അതിൻ്റെ മാർഗങ്ങളെ പറ്റിയിട്ടും നൈഷ്കർമ്മ്യ സിദ്ധിയെക്കുറിച്ചിട്ടും സാംഖ്യം തന്ത്രം ഇവയിലൂടെയൊക്കെയുള്ള ആ ഭഗവത് സ്മൃതിയെ പറ്റിയിട്ട് പറഞ്ഞു തരണം എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ അന്വയം പ്രഭവോ യജ്ഞസ്യ ച വിധാനാനി യോഗസ്യ ച പഥഃ നൈഷ്കർമ്മ്യസ്യ ച സാഖ്യസ്യ തന്ത്രം വാ ഭഗവത് സ്മൃതം ഇത് തന്നെ. അപ്പോൾ അതിലത്തെ അന്വയാർത്ഥം വരുന്നത് യജ്ഞവിധികൾ, യോഗലക്ഷണം, നൈഷ്കർമ്മ്യം, സാഖ്യം, യോഗം, തന്ത്രം ഇവയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരണം എന്നർത്ഥം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രഭോ യജ്ഞത്തിൻ്റെ വിസ്താരത്തെയും യോഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അതിന് കാരണമായ സാഖ്യത്തിൻ്റെയും മാർഗങ്ങളും ഭഗവാനാൽ സ്മരിക്കപ്പെട്ട അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരണം എന്നർത്ഥം. ഇവിടെ യാഗങ്ങളെ നടത്തേണ്ടും ക്രമങ്ങളെ, യോഗമാർഗങ്ങളെ, ഫലാകാംക്ഷ കൂടാതെ നടത്തുന്ന കർമ്മങ്ങളുടെ സ്വഭാവം, സാഖ്യയോഗ സമ്പ്രദായം, ഭഗവത് ഭക്തി സ്വരൂപം, നിരീശ്വര മതം നിമിത്തം രാജ്യത്തിലുണ്ടാകുന്ന ദോഷം, ചണ്ഡാലാദി ജാതികൾ എങ്ങനെ ഉണ്ടായി, അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരണം. യജ്ഞസ്യ ച വിധാനാനി യോഗസ്യ ച പഥപ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സാഖ്യസ്യ തന്ത്രം വാ ഭഗവത് സ്മൃതം. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യജ്ഞവിസ്താരങ്ങളെ കുറിച്ച് യോഗജ്ഞാന സാഖ്യാനം, യോഗത്തിനെ പറ്റിയിട്ട് അതിൻ്റെ ജ്ഞാനത്തെ പറ്റിയിട്ട് സാഖ്യത്തെ പറ്റിയിട്ട് സാഖ്യാനാം മാർഗാൻ അവയുടെ മാർഗങ്ങളെ പറ്റിയിട്ട് അത് പറഞ്ഞു തന്നാലും, പാഖണ്ഡ പ്രവൃത്തിയും പാഖണ്ഡന്മാരുടെ പ്രവൃത്തിയെക്കുറിച്ചിട്ടും, ജീവസ്യ ഗതിയും ജീവൻ്റെ ഗതിയെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു തന്നാലും, ഓരോ ശ്ലോകത്തിൽ ബാക്കിയുള്ള ശ്ലോകത്തിൽ ഓരോന്നിനും എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടത് അതിനെ പറ്റിയിട്ടൊക്കെ എല്ലാം പറയുന്നതാണ് ഓരോരോ ശ്ലോകത്തിലും. പാഖണ്ഡ പഥവൈഷമ്യം പ്രതിലോമ നിവേശനം ജീവസ്യ ഗതയോ യാശ്ച യാവതീർഗുണകർമ്മജാഃ. പാഖണ്ഡപഥവൈഷമ്യം പ്രതിലോമ നിവേശനം ജീവസ്യ ഗതയോ യാശ്ച യാവതീർഗുണകർമ്മജഃ. ആ പാഖണ്ഡപഥം അതിൻ്റെ കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ, നാസ്തികത്വം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, പ്രതിലോമ നിവേശനം ചണ്ഡാലാദി ജാതികളുടെ പ്രവേശനം, ജീവൻ്റെ ഗതി ജീവസ്യ ഗതി, യാശ്ച യാവതീർ ഗുണകർമ്മജാഃ ആ ഗുണങ്ങൾ അവയുടെ ആ ഗുണങ്ങളും കർമ്മങ്ങളും, ജീവൻ്റെ ഗതി പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കാനുള്ള ഉപായങ്ങൾ, വൈശ്യവൃത്തി, ക്ഷത്രിയധർമ്മം, വേദാധ്യയനാദി നിയമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പറഞ്ഞു തരണം. എല്ലാത്തിനെ പറ്റിയിട്ടും പറഞ്ഞു തരണം എന്നാണ് പറയുന്നത്. പാഖണ്ഡ
പഥവൈഷമ്യം പ്രതിലോമ നിവേശനം. അതിലത്തെ പദങ്ങൾ പാഖണ്ഡ പഥ, നാസ്തികന്മാരുടെ മാർഗം. വൈഷമ്യം, അതുകൊണ്ടുള്ള ഇംപെർഫെക്ഷൻ, അതുകൊണ്ടുള്ള അപൂർണത. പ്രതിലോമ, ക്രോസ് ബ്രീഡിങ്, സങ്കര ജാതിയിൽ വരുന്ന നിവേശനം ഉണ്ടാവുന്ന സങ്കരങ്ങളെ കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ. ജീവസ്യ, ജീവൻ്റെ ഗതി, ജീവൻ്റെ ഗതി. ഇവയെല്ലാം മെറ്റീരിയൽ കർമ്മങ്ങളുടെ ഗുണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ, ഇവയൊക്കെ പറ്റിയിട്ടെല്ലാം വിവരിച്ച് പറഞ്ഞു തരണം എന്നാണ് പറയുന്നത്. അപ്പോൾ പാഷണ്ഡപഥ, ആസ്തികന്മാരുടെ പഥം. വൈഷമ്യം, അതിൽ ഉണ്ടാവുന്ന അപൂർണത. പ്രതിലോമഹ, സങ്കരം. നിവേശനം, അവയുടെ ഉണ്ടാവൽ, സങ്കരത്തിൻ്റെ പ്രഭാവം. ജീവസ്യ, ജീവൻ്റെ ഗതി, ജീവൻ്റെ ഗതി. യേച്ച, ഇവയൊക്കെ യാവത്, എത്രയൊക്കെ ഉണ്ടോ അതും അതിനെ പറ്റിയിട്ടും. ഗുണ, അവയുടെ ഗുണങ്ങളെ പറ്റിയിട്ടും. കർമ്മ, അതിൽ നിന്നുണ്ടാവുന്ന ഗുണങ്ങളെ പറ്റിയിട്ടും അതിലുണ്ടാവുന്ന കർമ്മങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ പ്രകൃതിയെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു തന്നാലും. പാഷണ്ഡ പഥ വൈഷമ്യം പ്രതിലോമ നിവേശനം ജീവസ്യ ഗതി യാവതി ഗുണകർമ്മ ജ. ഒന്നുകൂടി പറയാം. പാഷണ്ഡപഥ വൈഷമ്യം പ്രതിലോമ നിവേശനം ജീവസ്യ ഗതയ ഗുണ കർമ്മജ. അപ്പോൾ ഇതിൽ പറയണത് പാഷണ്ഡമതം, ഗുണകർമ്മങ്ങൾക്ക് അനുസൃതമായുള്ള ജീവൻ്റെ ഗതി, പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കാനുള്ള ഉപായങ്ങൾ, ഇവയെപ്പറ്റി പറഞ്ഞു തരണം. അപ്പോൾ ഇവിടെ പറയണത് പ്രഭോ യജ്ഞത്തിൻ്റെ വിസ്താരത്തെയും യോഗത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അതിന് കാരണമായ സാഖ്യത്തിൻ്റെയും മാർഗങ്ങളും ഭഗവാനാൽ സ്മരിക്കപ്പെട്ട അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരിക. നാസ്തികരുടെ പ്രവൃത്തിയെയും സൃഷ്ടിക്രമ വിപരീത ക്രമത്തിൽ എല്ലാം പരമാത്മാവിൽ ചെന്ന് പ്രവേശിക്കുന്ന സന്നിവേശനം, എല്ലാം പരമാത്മാവിൽ ചെന്ന് ലയിക്കുന്നതിനെ പറ്റിയും ജീവന്റെ ഗുണകർമ്മങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന ഗതിയെ പറ്റിയിട്ടും വർണ്ണിക്കുക. നിരീശ്വര മതം നിമിത്തം രാജ്യത്തിലുണ്ടാകുന്ന ദോഷം, ചണ്ഡാലാദി ജാതികൾ എങ്ങനെയുണ്ടായി, അവർ ഏതു വർണ്ണത്തിൽ ഉൾപ്പെടും എന്നിവ ഗുണങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ജീവികൾക്ക് സിദ്ധിക്കുന്ന അത് അടുത്തതിൽ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് നിരീശ്വരമതം നിമിത്തം രാജ്യത്തിലുണ്ടാകുന്ന ദോഷം, ചണ്ഡാലാദി ജാതികൾ എങ്ങനെയുണ്ടായി, അവർ ഏത് വർണ്ണത്തിൽ ഉൾപ്പെടും എന്നിവ ആണ് ഈ ശ്ലോകത്തിൽ വരുന്നത്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ ധർമാർത്ഥ കാമമോക്ഷാണാം നിമിത്താന്യ വിരോധതഃ വാർത്തായ ദണ്ഡനീതേശ്ച ശ്രുതസ്യ ച വിധിം പൃഥക്. ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്താന്യവിരോധതഃ
വാർത്തായ ദണ്ഡനീതേശ്ച ശ്രുതസ്യ ച വിധിം പൃഥക്. അപ്പോൾ ആ പുരുഷാർത്ഥങ്ങൾ എങ്ങനെ സമ്പാദിക്കാനുള്ള ഉപായങ്ങൾ, വൈശ്യവൃത്തി, ക്ഷത്രിയധർമ്മം, വേദാധ്യയനാദി നിയമങ്ങൾ, ഇവയെ പറ്റിയിട്ട് പറഞ്ഞു തരണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മോക്ഷാണാം നിമിത്തം, ഇവയ്ക്കൊക്കെ പുരുഷാർത്ഥങ്ങളുടെ നിമിത്തം, അതിൻ്റെ കാരണം, അവിരോധാത്, അതിൻ്റെ കാരണം അതില്ലെങ്കിൽ എങ്ങനെ, വാർത്തായ, ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ദണ്ഡനീതി, ആ സമയത്ത് ഉള്ള ലോ ഓഫ് ഓർഡർ, ആ സമയത്തുള്ളതായിരിക്കുന്ന നീതി ശാസ്ത്രം, ദണ്ഡനീതി, അത് എന്താണ്, വേദങ്ങളിലെ എപ്രകാരമാണോ വിധിച്ചത് അവയെ പറ്റിയിട്ടും പൃഥക്, വ്യത്യാസപ്പെട്ടിട്ടുള്ള വ്യത്യസ്തപ്പെട്ട ആ ദണ്ഡനീതികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരണം എന്നർത്ഥം. ധർമ്മത്തെക്കുറിച്ചും അർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ പുരുഷാർത്ഥങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ വിധികളെ പറ്റിയിട്ടും അതിനനുസരിച്ചല്ല ജീവിച്ചത് എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ആ ദണ്ഡനീതികളെ കുറിച്ചിട്ടും വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അതിൻ്റെ വിധികളെ പറ്റിയിട്ടും പ്രത്യേക അവസ്ഥകളിൽ എന്തെല്ലാം ചെയ്യണം എന്നതിനെ പറ്റി പറഞ്ഞതിനെ പറ്റിയിട്ടും പറഞ്ഞു തരിക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാസ്തികരുടെ പ്രവൃത്തിയെയും സൃഷ്ടിക്രമ വിപരീത ക്രമത്തിലെല്ലാം പരമാത്മാവിൽ ചെന്ന് പ്രവേശിക്കുന്നതിനെയും ജീവന്റെ ഗുണകർമ്മങ്ങൾ നിമിത്തമുണ്ടാകുന്ന ഗതികളെയും വർണ്ണിക്കുക. ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ പരസ്പര വിരോധം കൂടാതെയുള്ള ഉപായങ്ങളെയും കൃഷി മുതലായ വൈശ്യവൃത്തികളുടെയും ക്ഷത്രിയന്റെ വൃത്തിയായ ദണ്ഡനീതിയുടെയും ശ്രുത്യാദികളുടെയും വിധി വേർതിരിച്ച് പറഞ്ഞു തരിക. ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ പരസ്പര വിരോധം കൂടാതെയുള്ള ഉപായങ്ങളെയും കൃഷി മുതലായ വൈശ്യവൃത്തിയുടെയും ക്ഷത്രിയന്റെ വൃത്തിയായിരിക്കുന്ന ദണ്ഡനീതിയുടെയും ശ്രുത്യാദികളുടെയും വിധി വേർതിരിച്ച് പറഞ്ഞു തരിക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ ഒന്നിനൊന്ന് വിരോധം കൂടാതെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ക്രമങ്ങൾ, കൃഷി മുതലായിട്ടുള്ള വ്യാപാരങ്ങൾ കൊണ്ട് നടത്തേണ്ടും മര്യാദകൾ, കുറ്റക്കാരെ ശിക്ഷിക്കുവാനും മറ്റുമുള്ള നിയമങ്ങൾ, ഇവയെ പറ്റിയിട്ട് പറഞ്ഞു തരണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ധർമാർത്ഥ കാമമോക്ഷാണാം നിമിത്താന്യവിരോധ വാർത്തായ ദണ്ഡനീതയശ്ച ശ്രുതസ്യ ച വിധിം പൃഥക്. അപ്പം ഇതിലത്തെ അന്വയം നോക്കാം. പാഷണ്ഡപ്രവൃത്തിം ജീവസ്യ ഗതിം ധർമാർത്ഥ കാമമോക്ഷായ മോക്ഷോപായാൻ. ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ ഉപായങ്ങൾ കൃഷി വാണിജ്യ നീത്യാദീനാം, കൃഷി വാണിജ്യം അതിൻ്റെ ദണ്ഡനീതികളെ ഇവയെക്കുറിച്ചൊക്കെയുള്ള വിധിയെ പറ്റിയിട്ടും പറഞ്ഞു തരിക. അപ്പം ഇത്രയും ശ്ലോകങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.